കേരളത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം നമ്മളിപ്പോഴും സമാധാനമായിട്ട് ജീവിക്കുന്നു. മറിച്ച് നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജനിച്ചിരുന്നെങ്കിൽ, ഉദാഹരണത്തിന് നോർത്ത് സൈഡിലോട്ടുള്ള ബീഹാറോ ഉത്തർപ്രദേശോ അങ്ങോട്ട് ഗുജറാത്തോ അവിടെ എവിടെയെങ്കിലുമാണ് നമ്മൾ ജനിച്ചിരുന്നതെങ്കിൽ നമ്മൾക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം. വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻ കഴിഞ്ഞ് അവിടെ റിസൾട്ട് വന്ന് BJP അധികാരത്തിൽ വന്നു. ഈ BJP അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അവിടെയുള്ള കുറേ മതഭ്രാന്തന്മാർ കാട്ടിക്കൂട്ടിയത് ഒരു കുറേ JCBയും ലോറികളും കുറേ വടികളൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെയുള്ള മുസ്ലിമുകളെ പള്ളി അതുപോലെ തന്നെ അവരെ ഹോട്ടലുകൾ എല്ലാം അടിച്ച് തകർക്കുകയാണ്. എന്നിട്ട് അവർ ചെയ്യുന്ന എന്താണ്, ഒരു ഒരു കുട്ടിയെ പട്ടാപ്പകല് റേപ്പ് ചെയ്തിട്ട് അവിടെ ഒരു സ്ഥലത്ത് അവർ ഉപേക്ഷിച്ച് അങ്ങ് പോവുകയാണ്. ഇതിനെതിരെ അവിടെ ഒരു ആക്ഷനോ ഒന്നുമില്ല. അപ്പം ഞാനൊന്ന് ആലോചിക്കുന്നത്, നമ്മളെ കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നത്? ഈ വെസ്റ്റ് ബംഗാൾ, ഗുജറാത്ത്, ഈ നോർത്ത് സൈഡിലോട്ടുള്ളവർക്കൊന്നും തലയ്ക്കകത്ത് ചാണകമാണെന്നാണ് തോന്നുന്നത്. അവരിപ്പോഴും വിചാരിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ വിചാരത്തിൽ ഇതൊരു ഹിന്ദുക്കളുടെ രാജ്യമാണെന്ന്. ഇതൊരിക്കലും ഒരു ഹിന്ദുക്കളുടെ രാജ്യമല്ല. ഇത് എല്ലാ ജാതിക്കാർക്കും ഇവിടെ തുല്യമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇതൊരു സെക്കുലർ കൺട്രിയാണ്. അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ളൊരു രാജ്യമല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ 2014 തൊട്ട് ഈ 26 വരെയാണ് ഈ ജാതി മതം എന്ന് പറയുന്ന ഒരു ഭ്രാന്ത് ഇങ്ങനെ ഉണ്ടായി വന്നത്. അതിന് മുമ്പൊന്നും ഞാൻ വലുതായിട്ടൊന്നും ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. പക്ഷേ ഈ സത്യം പറയുകയാണെങ്കിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവർ ഈ ജാതി വെച്ച് വോട്ടാക്കുന്നതിനാണ് ഈ മോദി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഈ നോർത്ത് സൈഡിലോട്ടൊക്കെ മോദി, അതായത് ഒരു പ്രൈം മിനിസ്റ്റർ ആയ മോദിക്ക് ഓപ്പൺ ആയിട്ട് വന്നിരുന്ന് പറയാൻ പറ്റുമോ ഇതൊരു സെക്കുലർ കൺട്രിയാണ്, ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആർക്കും തുല്യ അവകാശമുണ്ടെന്ന് മോദി ഒരു സ്റ്റേജിലെങ്കിലും പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മോദി അങ്ങനെ പറയില്ല. കാരണം അയാൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇനി അധികാരത്തിൽ വരില്ല. കാരണം അങ്ങോട്ടുള്ള സൈഡുകളിൽ മനുഷ്യത്തെക്കാളും വലുതായിട്ട് അവർ കൽപ്പിക്കുന്ന എന്തിനാണ്? ദൈവങ്ങളെയാണ്. അതായത് ദൈവങ്ങളെ ആരാധിച്ച് പ്രാന്തായി പോയ കുറച്ച് ആൾക്കാരാണ് ഈ നോർത്ത് സൈഡിലോട്ടുള്ളത്. ഞാനിത് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞു കാണും, ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ നോർത്ത് സൈഡിലോട്ടുള്ള ആൾക്കാർ അവിടെ പ്രത്യേകിച്ച് ഈ ബജരംഗി പ്രവർത്തകർ അങ്ങനെ എന്തോ തേങ്ങാക്കൊലം ഉണ്ട്. ഇവന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ വണ്ടികളായിട്ട് പോയിട്ട് വന്നിട്ട് പറയും ഇത് ഹിന്ദുക്കളുടെ രാജ്യമാണ്, ഇവിടുന്ന് പോകണമെന്നൊക്കെ പറഞ്ഞ് അവരോട് എല്ലാം അടിച്ച് പൊളിച്ച് എല്ലാം തകർക്കുന്ന യവന്മാരെ പോലുള്ള മത തീവ്രവാദികളെ സത്യം പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അവന്മാർ വിചാരിക്കുമ്പോൾ ഇത് ഹിന്ദുക്കളുടെ രാജ്യമല്ല. യവന്മാർ ഇപ്പോഴും ഇത് ഹിന്ദുക്കളുടെ രാജ്യമാണെന്ന് പറഞ്ഞ് നടക്കുന്ന യവന്മാരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഹിന്ദുവാണ്. പക്ഷേ ഞാൻ എൻ്റെ കൂട്ടുകാരിൽ മുസ്ലിമുകളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അങ്ങനെയുള്ള ജാതിയിലുള്ള പല ആൾക്കാരും കാണും. എനിക്ക് അവരെല്ലാം തുല്യരാണ്. അതായത് എല്ലാവരും എൻ്റെ കൂട്ടുകാരാണ്. എനിക്ക് അങ്ങനെ ഒരാളടുത്ത് പോയി ജാതി പറയാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ ഫാമിലി പരമായിട്ട് നോക്കുവാനാണെങ്കിൽ നമ്മൾ ഇന്റർകാസ്റ്റ് മാരേജുള്ള കുറേ പേരുണ്ട്. അതായത് ഇപ്പോഴും ജാതി മതം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എൻ്റെ ഫാമിലിയിൽ ആർക്കും ഇല്ല. പക്ഷേ നമ്മളെ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ഇപ്പോഴും അങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് ഞാൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലവരിപ്പം ഈ കല്യാണം കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് അവർ പറയും ഇവർ നായരാണോ, ഈഴവരാണോ, പുലയരാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട്. അത് സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ കൂടുതലും ഈ കുറച്ച് പ്രായമായ ആൾക്കാരാണ് ഈ ഒരു ടോക്ക് എടുത്തിരുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ പറയാനാണെങ്കിൽ എൻ്റെ അമ്മയ്ക്കും ഫാമിലിയിലേക്കും ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ വേറെ ആൾക്കാർക്ക് ഇപ്പം ഒരു കല്യാണമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് പറയും അയ്യോ അവൻ ഇന്ന ജാതിപ്പെട്ട ആളാണല്ലേ, അത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോഴും അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തുണ്ട്. അത് കേരളത്തിലും ഉണ്ട്. അത് ഭൂരിഭാഗം കേരളത്തിലും ആരെങ്കിലുമൊക്കെ ഇതൊന്ന് അറിഞ്ഞ്, അതായത് അനുഭവിക്കപ്പെടേണ്ടി വരും ഇങ്ങനെയുള്ള ഒരു കുറേ സിറ്റുവേഷൻസ്. അപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ പക്ഷെ നമുക്ക് അത്രയും ഭീകരമായിട്ട് പോകുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു കൾച്ചറുണ്ട്. അതായത് നമുക്കെല്ലാവരും ഒരേപോലെ കാണാനുള്ള ഒരു മനസ്സുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകുന്നില്ല. പക്ഷേ പയ്യെ ഈ നോർത്ത് സൈഡിലോട്ടൊക്കെ അത് ഭീകരമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ യുവമാർ ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, യുവമാർ എങ്ങനെ വിദേശത്ത് എത്തിപ്പെടുമെന്ന് അറിയത്തില്ല. വിദേശത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന എന്താണ്, ആ രാജ്യത്തിൻ്റെ സമാധാനം കളയുക. അവിടെ വന്നിട്ട് കോപ്രായങ്ങൾ, അതായത് ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു, ന്യൂസിലാൻഡോ എവിടെ ഇവർ കുറേ തേങ്ങയൊക്കെ എടുത്തുകൊണ്ടുവന്ന് റോട്ടിയിട്ട് ഉടച്ച് ദൈവങ്ങളെയൊക്കെ കൊണ്ടുപോയി അവിടുത്തെ കടലിലൊക്കെ ഒഴുക്കിയിട്ട് അങ്ങ് അലമ്പുവാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അത് അവിടുത്തെ ആൾക്കാർ ഇന്ത്യക്കാരെല്ലാം അങ്ങനെയാണെന്നുള്ളൊരു ചിന്താഗതിയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം പ്രകാരം ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നെടുത്ത് മാറ്റാൻ പറ്റുമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഈ അങ്ങോട്ടുള്ള നോർത്തിലോട്ടുള്ള കുറേ മണ്ടന്മാർ ചെയ്യുന്നതെല്ലാം നമ്മൾ കേരളത്തിലുള്ളവർ അനുഭവിക്കേണ്ടി വരും. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അവർ ചോദിക്കും എവിടെ നിന്നാണെന്ന്, നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് ഒരു കാരണം നമ്മൾ ഇന്ത്യക്കാർ ഈ നോർത്തിലുള്ളവന്മാർ അവിടെ ചെന്ന് കാണിക്കുന്ന കുറേ കോപ്രായങ്ങളാണ്. ഇപ്പോൾ ഞാൻ നോർത്തുകാർ മാത്രം പറയുന്നില്ല, ചില മലയാളികളും ഉണ്ട്. അതായത് ഓണം ആഘോഷിക്കുന്നു, അവരെ പബ്ലിക്കിൽ റോട്ടിൽ പോയിരുന്നിട്ട് കലമടി, അവിടെ കിടന്ന് അലമ്പ്, പാട്ടിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവരും ചെയ്യുന്നുണ്ട്. നമ്മൾ വേറൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള അതായത് നമുക്കുള്ള ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആയിട്ട് നമ്മളെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചെയ്യാൻ നോക്കും. അല്ലാതെ അവിടുത്തെ ആൾക്കാർക്ക് ഈ ഓണവും അതുപോലത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല. അവിടെ പോയിട്ട് പ്രഹസനങ്ങൾ കാണിച്ച് അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ മലയാളികളുടെ ഇടയിലും ഉണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാനൊരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ, അത് ഒരു കുട്ടിയെ റേപ്പ് ചെയ്ത് ഒരു സ്ഥലത്തങ്ങനെ ഇട്ടിക്കുക.
ഒരു റോട്ടിൽ, അതായത് അങ്ങോട്ടാ യു.പിയിൽ അങ്ങോട്ട് എവിടെയും കണ്ട ഇങ്ങനെ ഇട്ടിക്കുക. അപ്പോൾ ഈ ആൾക്കാരെല്ലാം ആ കുട്ടി അവിടെ കിടക്കുക. ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആ കുട്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയെ ഒരു ചവറൊക്കെ കൊണ്ടുവന്നതിൻ്റെ അവിടെ കൊണ്ട് ഇട്ടിക്കുക. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ആ തരത്തിലോട്ട് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവുമെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. പയ്യെ പയ്യെ നമ്മളെ കേരളത്തിൽ ഒരു 3 സീറ്റ് ഇപ്പോൾ അവർ പിടിച്ചു കഴിഞ്ഞു. ഇനി പയ്യെ പയ്യെ അവർ കൂടുതൽ സീറ്റുകളിലൊക്കെ പിടിച്ച് അധികാരത്തിൽ വന്നാൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടിയുണ്ട്. ഓപ്പണായിട്ട് പറയാനാണെങ്കിൽ ഒരു ഇപ്പം 3 സീറ്റ് അവർ പിടിച്ച്, അടുത്ത വർഷം ചിലപ്പോൾ അതൊരു 6 ആവാം. പിന്നെ അങ്ങനെ പയ്യെ പയ്യെ കയറി കയറി ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെ കേരളം അവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സമാധാനമായിട്ട് ബീഫ് കഴിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം അപ്പം എനിക്ക് ആ ഒരു ടെൻഷനുണ്ട്. നമുക്കിപ്പം നമ്മളെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്റ്റേറ്റാണ്. അതായത് നമുക്കിവിടെ സമാധാനത്തിൽ ജീവിക്കാം. ആരും നമ്മളെ ജാതിയും മതവും പറഞ്ഞ് നമ്മളെ കളിയാക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു കാര്യമുണ്ട്. കാരണം ഇപ്പോഴും ജനങ്ങളിൽ പകുതി പേരും വോട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇവിടെ 2 പാർട്ടി വർഷങ്ങളായിട്ട് ഭരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ സമാധാനമായിട്ട് പോകുന്നുണ്ട്. വേറൊരു പാർട്ടി പയ്യെ പയ്യെ ഇവിടെ വന്ന് അതിൻ്റെ ഒരു ഭീകരത എത്രമാത്രമാണെന്ന് അവർ ജയിച്ച് അധികാരത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ അവർ സൈലൻ്റ് ആയിട്ട് നിൽക്കും, നമ്മൾ അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. ഒന്നുമില്ല, നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എവിടെയെങ്കിലും ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ ഒരു മുസ്ലിമിനെ നിർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ ഐഡിയോളജി മനസ്സിലാവുമല്ലോ. അവർ മെയിനായിട്ട് ഹിന്ദുക്കളെ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു പാർട്ടിയാണ് ഈ ബി.ജെ.പി എന്ന് പറയുന്നത്. അപ്പം വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മലയാളത്തിലുള്ള ഒരു നടനുണ്ടല്ലോ ഈ ബി.ജെ.പിയിൽ, പുള്ളിക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല. ഒരു നടനുണ്ട്. ആ നടൻ ഒരു പ്രസ് മീറ്റിൽ അങ്ങനത്തെ ഇരുന്ന് പറയുകയാണ്, ഒരു സ്ഥലത്ത് കുറേ പ്രമാണിമാരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് കീഴ്ജാതിക്കാരാണെന്ന്. അപ്പോൾ അയാളുടെ മനസ്സിൽ ഇപ്പോഴും കീഴ്ജാതി എന്നൊരു കോൺസെപ്റ്റ് അയാളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല എന്ന് അയാൾക്ക് പറയാൻ പറ്റുന്നില്ല. അയാളിപ്പോഴും അടിയൻ, അതായത് അയാളിപ്പോഴും രാജാവായിട്ടാണ് ഇരിക്കുന്നത്. അയാളെ കീഴിലുള്ള കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇരിക്കുന്ന ഒരാളാണ് ഈ ഞാൻ പറഞ്ഞ ഈ മഹാൻ. ഞാൻ പറഞ്ഞതിൽ കുറേ തെറ്റുകൾ കാണും. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം. അല്ലാതെ എനിക്കൊരു പ്രോപ്പറായിട്ടൊരു വീഡിയോ എടുത്തൊരു സ്ക്രിപ്റ്റ് പോലെ എഴുതി പറയാനൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ കുറേ തെറ്റുകൾ കാണും, ഞാൻ പറയുന്നതിൽ കുറേ പിഴവുകൾ ഉണ്ടാവും. അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് പറയാനുള്ളൊരു ഇതില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങളും കുറേ വിഷമങ്ങളുമാണ് ഞാൻ ഇതിൽ കൂടെ പങ്കുവയ്ക്കുന്നത്. കാരണം കുറേയൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിലായതുകൊണ്ട് ഒന്നും അറിയുന്നില്ല. പക്ഷേ നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങളൊന്ന് വേറെ ന്യൂസ് ചാനലൊക്കെ ഒന്ന് വച്ച് നോക്കിയാൽ മതി. പിന്നെ പലതും ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ട്, ഇങ്ങനെ ഇവർ ഇടിച്ച് തകർക്കുന്ന വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ വീഡിയോസ് ഒന്നും കാണാനില്ല. അതെന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇവർ ഇടപെട്ട് എടുത്ത് റിമൂവ് ചെയ്ത് കളയണോ ഒന്നും അറിയത്തില്ല. അതൊന്നും ഇപ്പോൾ കാണാനില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ വീഡിയോസ് കുറച്ച് ഇതിൽ ആഡ് ചെയ്യായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ കാണാനില്ല. അപ്പം എനിക്ക് നിങ്ങളടുത്ത് ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ ജാതി മതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങളെടുത്ത് കളയുക. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴും അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെയാണ് ആദ്യം നമ്മൾ പറഞ്ഞ് മാറ്റേണ്ടത്. അവരൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. എല്ലാ ജാതിയിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഹിന്ദുവിലും ഉണ്ട്, ക്രിസ്ത്യാനിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. എല്ലാ ജാതിയിലും പച്ചയായിട്ട് ജാതി പറയുന്ന ഒരു വെളിവുമില്ലാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തുണ്ട്. ഈ ചൈനയൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എന്ന് പറയുന്നത് ജാതി മതമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ രാജ്യം വളർന്നുകൊണ്ടേയിരിക്കും. ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ജാതി മതം ഉള്ളതുകൊണ്ട് ഇന്ത്യ എപ്പോഴും താഴെ കിടക്കും. ഇത് നമ്മളെ കറൻസിക്കൊന്നും ഒരു വാല്യൂ ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഇന്ത്യൻ കറൻസി കൊണ്ടുവന്ന് ഈ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു വാല്യൂ ഇല്ല. അതുപോലെ ഇന്ത്യൻ കറൻസി കൊണ്ട് യൂറോ ആയിട്ട് ഒരു വാല്യൂ ഇല്ല. അങ്ങനെ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ നമ്മൾ വലിയ ലോകരാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുകയാണെന്ന് പറയുമെങ്കിലും നമ്മുടെ രാജ്യം പയ്യെ പയ്യെ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താവുമെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. പയ്യെ പയ്യെ അതായത് ഈ നോർത്തിൽ നിന്നുള്ള ആ ഒരു ഭീകരത നിറഞ്ഞ് നമ്മളെ കേരളത്തിലോട്ട് അധികം നമുക്കത് എത്തിപ്പെട്ടാലുള്ള കാര്യമാണ് ഞാനൊന്ന് ആലോചിക്കുന്നത്. ഇവിടെ നമ്മളെ കേരളത്തിൽ ഒരു പ്രശ്നമില്ലാതെ പോവുകയാണ്. അവിടെയുള്ള ആരെങ്കിലും ഒരു ചെറിയൊരു തീ ഇവിടെ കൊളുത്തി ഇട്ട് കഴിഞ്ഞാൽ അത് ആളി കത്താനുള്ള എല്ലാ ചാൻസും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വോട്ട് ചെയ്യുമ്പം നിങ്ങൾ നോക്കിയും കണ്ട് വോട്ട് ചെയ്യണം. ഈ ജാതി മതം ഇതൊന്നും പറഞ്ഞ് നടക്കുന്നവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാതെ ഇരിക്കാൻ നോക്കുക. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എന്തായാലും ഒരു പകുതി സീറ്റ് അവർ പിടിച്ചു. പകുതിയല്ല, ഒരു 3 സീറ്റ് അവർ പിടിച്ചു. ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ 3 എന്നുള്ളത് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ 10 ആയാലോ എന്നൊരു കാര്യം എനിക്ക് അതൊക്കെയാണ് ടെൻഷൻ. അധികാരം അവരുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ പോലും 10 സീറ്റ് ആകുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനുണ്ട്. അടുത്തതിന് അവർ ഒരു സീറ്റും പിടിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളം നല്ല രീതിക്ക് പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ജാതിയും മതവും പറഞ്ഞു നടക്കുന്നവന്മാരെയൊന്നും ഒരു കാലത്തും നമ്മളെ കേരളത്തിൽ അടുപ്പിക്കരുത്. അവരെയൊക്കെ പൂർണ്ണമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞതിൽ കുറേ തെറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു ജാതി, ഒരു മതം,
അത് മനുഷ്യത്വമാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.